ട്രാവൽ വിത്ത് മീ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് റാന്നിയുടെ കുറച്ച് കാഴ്ചകളിലേക്കാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ റാന്നിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാണുന്നതാണ് SC ഹയർ സെക്കൻഡറി സ്കൂള് റോഡ് സൈഡിലായിട്ട്. പിന്നെ നമ്മൾ നേരെ ചെത്തോങ്കരയിലേക്ക് കിടക്കുക. ചെത്തോങ്കര എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത്തിക്കയത്തോട്ടൊക്കെ തിരിയുന്ന റാന്നിയിലെ ഒരു മെയിനായിട്ടുള്ളൊരു സ്ഥലമാണ് ചെത്തോങ്കര. ചെത്തോങ്കര പമ്പ് ഇവിടുന്നൊരു 100 മീറ്റർ കാണും ചെത്തോങ്കര കവലയിലേക്ക്. അപ്പം ചെത്തോങ്കര എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ചെത്തോങ്കര പാലത്തിലോട്ട് കയറുകയാണ്. ചെറിയ പാലമാണ് ചെത്തോങ്കര. കണ്ടോ, ചെറിയൊരു ടേണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെത്തോങ്കര വന്നിട്ട് നമ്മൾ ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ആ റോഡ് കാണുന്നത് അത്തിക്കയത്തോട്ടുള്ള മെയിൻ റോഡാണ്. പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ റാന്നി ടൗണിലോട്ട് എത്തുന്നു. റാന്നിയിലെ തിരക്ക് കാര്യങ്ങളൊക്കെ പ്രമാണിച്ച് ചെത്തോങ്കര സൈഡിലേക്കാണ് കൂടുതലും ബിസിനസ് സ്ഥാപനങ്ങളും എല്ലാം കടകളും എല്ലാം ഇങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെത്തോങ്കര വലിയൊരു ടൗൺ ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇട്ടിപ്പാറയിലെത്തി. ഇനി നമ്മൾ നേരെ കയറി പോകാൻ പോകുന്നത് പഴയ ബസ് സ്റ്റാൻഡിലേക്കാണ്. നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ബസ് സ്റ്റാൻഡാണ്. പുതിയ ബസ് സ്റ്റാൻഡ് ഇപ്പോൾ എല്ലാവർക്കും അറിയത്തുള്ളായിരിക്കും. പഴയ ആളുകൾക്കൊക്കെ പഴയ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് അറിയായിരിക്കും. കാരണം എൻ്റെ ഒരു ചെറുപ്പത്തിൽ അതിലെ പോയതായിട്ടുള്ള ഒരു അറിവ് എനിക്കുണ്ട്. ഓർമ്മ എനിക്കുണ്ട്. ഇതാണ് റാന്നി ഇട്ടിപ്പാറയിലെ പഴയ ബസ് സ്റ്റാൻഡ്. ഇത് മാർക്കറ്റ്. നമ്മുടെ പഴയ കുറേ വർഷങ്ങൾക്ക് മുമ്പ് റാന്നിയിൽ ഭയങ്കര ഇതായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു മാർക്കറ്റാണ് റാന്നി ഇട്ടിപ്പാറ മാർക്കറ്റ്. ഇപ്പോൾ അതിൻ്റെ കുറച്ച് ഏറിയ പോർഷനൊക്കെ ഉണ്ടോ പാർക്കിങ്ങിനായിട്ട് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ആരും അങ്ങനെ ചന്തയിലൊന്നും പോകാത്തത് കൊണ്ട് അറിയത്തില്ല. അവിടെ മീനോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉള്ളൂ. ഞാനും കുറേ വർഷങ്ങളായി, എനിക്ക് തോന്നുന്നു 10 വർഷം എങ്കിലും ആയാലും ചന്തയിലൊക്കെ പോയിട്ട്. ഇത് കണ്ട് ഇതാ പഞ്ചായത്തിൻ്റെ കെട്ടിടവും ഒക്കെ പ്രവർത്തിക്കുന്നു. ഇത് പണ്ട് ബസ് കയറി വന്നുകൊണ്ടിരുന്ന സ്ഥലവും ഒക്കെയാണ്. അവിടെ ഇപ്പോൾ കണ്ടോ മൊത്തം പാർക്കിങ്, ടാക്സി സ്റ്റാൻഡും അങ്ങനെ. ഈ സൈഡ് കുറച്ച് പഞ്ചായത്തിൻ്റെ പാർക്കിങ്ങും, പഞ്ചായത്തിലേക്ക് വരുന്നവർക്ക് പാർക്ക് ചെയ്യാനായിട്ട് ഫീസ് ഇല്ലാതെ തന്നെ നമുക്ക് വണ്ടി ഇവിടെ കൊണ്ടിടാം. പഴയ സ്റ്റാൻഡിനോട് ചേർന്നാണ് ശ്രീലക്ഷ്മി തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ റാന്നി 2 തിയേറ്റർ ഉള്ളതിൽ ഒരു തിയേറ്റർ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ്, ഇട്ടിപ്പാറ പുതിയ ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഇവിടെ തിരുവല്ല, റാന്നി, കോട്ടയം അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും ഇവിടുന്നാണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് KSRTCയും സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പുറകുവശത്തായിട്ടാണ് KSRTC ഇത് ബസ് സ്റ്റാൻഡ്. അപ്പോൾ എല്ലാ ബസ്സുകളും ഇവിടെ വന്ന് കയറി ഇറങ്ങിയിട്ടാണ് പോകുന്നത്. നമുക്ക് കോട്ടയം, പത്തനംതിട്ട അങ്ങനെ നമ്മുടെ റാന്നിയിൽ നിന്ന് എവിടോട്ട് പോകണമെങ്കിലും ഈ ഒരു ഭാഗത്ത് വന്നിട്ടാണ് ബസ്സുകളെല്ലാം കയറി പോകുന്നത്. അപ്പം ഇതാണ് റാന്നിയുടെ ഇട്ടിപ്പാറ ബസ് സ്റ്റാൻഡ്.
നമ്മുടെ റാന്നിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന റാന്നി പാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. റാന്നി പെരുമ്പുഴ ബസ് സ്റ്റാൻഡ്. ഇതിൻ്റെ തൊട്ട് പുറകിലായി റാന്നി ഗവൺമെൻറ് താലൂക്ക് ആശുപത്രി സ്ഥിതി ചെയ്യുന്നു. രാത്രി കാലങ്ങളിലൊക്കെ റാന്നിപ്പുഴയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ചികിത്സയ്ക്കായി എത്തുന്ന ഇവിടെയാണ്. അത്യാവശ്യം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇവിടെ ഉണ്ട്. ഇതാണ് പഞ്ചായത്ത് ഓഫീസ്. ഇതിൻ്റെ മുന്നോട്ട് മാറി പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ എന്നിവ സ്ഥിതി ചെയ്യുന്നു. റാന്നിയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല, തുടരും. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.